ഓൾറെഡി നിങ്ങൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനിയും ചിന്തിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയുക, വളരെ വിഷമിച്ചുള്ളൊരു പറ്റി ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എപ്പോഴും വിൻ ആണ് എൻ്റെ ഒരു പോളിസി. മാറാല പിടിച്ച് കിടക്കുന്ന വീടുകൾ നിങ്ങൾക്കറിയാം. ഹായ്, വെൽക്കം ടു സ്മാർട്ട് ഇന്ത്യ പ്രോപ്പർട്ടീസ്. അപ്പം നിങ്ങൾ ഇതുവരെ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്ത ആളാണോ? ആണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? സപ്പോസ് നിങ്ങൾ നിലവിലൊരു വീട് പുതിയതായി വാങ്ങിക്കാനോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ, എൻ്റെ അഭിപ്രായത്തിൽ അപ്പോഴാണ് നിങ്ങളൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ചിന്തിക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഇനിയും ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊരു വീട് വെക്കാൻ പോകുമ്പോൾ മസ്റ്റായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കണം. സപ്പോസ് നിങ്ങളൊരു 1 CR ബഡ്ജറ്റിലാണ് ഒരു വീട് വെക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുക. ബാക്കി 75 ലക്ഷം രൂപ നിങ്ങൾ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിലോ അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വെക്കുന്നത് പോലുള്ള ഒരു 3 വീടുകൾ എക്സ്ട്രാ അല്ലെങ്കിൽ 3 4 ആക്കാം വെച്ചിട്ട് അത് റെൻ്റ് ഔട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ഈ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു വരുമാനം ലഭിക്കുന്നതിനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ നെയ്ബറിൻ്റെയൊക്കെ വീട് കണ്ട് നിങ്ങൾ അതിലും വലിയ വീട് വെക്കണമെന്ന് ഉള്ള പ്ലാനിലായിരിക്കും നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ വെക്കുന്ന വീട് 4ഉം 5ഉം ബെഡ്റൂമുള്ള വീടുകളിലെല്ലാം താമസിക്കാൻ ആളുണ്ടാകുമോ? അതിലുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ മക്കളൊക്കെ വലുതാകുമ്പോൾ അവരൊക്കെ പുറത്ത് പോയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പല വീടുകളും ഒന്ന് ക്ലീൻ ചെയ്യാൻ പോലും, അതായത് മുകളിലത്തെ റൂമിൽ മാറാല പിടിച്ച് കിടക്കുന്ന വീടുകൾ നിങ്ങൾക്കറിയാം. അപ്പം ഞാനിതൊക്കെ അതിശയോക്തി പറയല്ല, അങ്ങനെയുള്ള വീടുകളുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടി വെറുതെ നിങ്ങൾ പൈസ കളയുകയല്ല, ഇതിനൊക്കെ പൈസ മുടക്കി ലാസ്റ്റ് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഡെഡ് മണിയായിട്ട് കിടക്കുകയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിക്കാനാണോ വീട്, അതോ നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ചെറിയ വീടാണോ ആവശ്യം? അതായത് ഓരോരുത്തരുടെ ബഡ്ജറ്റും ഫാമിലിയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് വീടിൻ്റെ വലിപ്പം കൂട്ടേണ്ടതായിട്ട് വരും. അതിന് പകരം നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഈ പൈസകൾ മൊത്തം മടക്കി ഡെഡ് മണി ആക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞതുപോലെ 1 CR ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾ 25 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് ബാക്കിയുള്ളതിന് 75 ലക്ഷം രൂപയ്ക്ക് ഒരു 2 3 വീടോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാസം സ്ഥിരം ഒരു വരുമാനമുള്ള ഒരു നല്ല പ്രോപ്പർട്ടി ഇൻവെസ്റ്ററായിട്ട് മാറുക. അതല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ആഡംബരം കാണിച്ച് കടക്കാരനായി അല്ലെങ്കിൽ ഈ ലോണും ഇൻട്രസ്റ്റും അടച്ച് ഒരു കടക്കാരനായി മാറാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ പലർക്കും അറിയാം. ഞാൻ വീണ്ടും നിങ്ങൾക്കൊന്നുകൂടെ നിങ്ങളുടെ തലയിലേക്ക് അത് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. കാരണം പലരും ഇങ്ങനെ പല അബദ്ധത്തിൽ ചെഞ്ചാടി ആവശ്യമില്ലാത്ത കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ വീട്ടിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാക്കി ലാസ്റ്റ് പൊളിച്ചു കളയുക, വീണ്ടും പണിയുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് നിരവധി ആൾക്കാരാണ് ആ പണിഞ്ഞ വീട് പോലും ലാസ്റ്റ് പല പകുതി വിലയ്ക്കും അല്ലെങ്കിൽ കിട്ടിയ വിലയ്ക്ക് കൊടുത്ത് പകരം അതിലും ചെറിയ വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ നിങ്ങൾക്കറിയാം. എന്നെപ്പോലെ റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്നവർക്കും അതിൽ നിങ്ങൾ പലരും വീഡിയോയിലും നമ്മളുടെ ആർട്സൊക്കെ കണ്ടിട്ടുണ്ടാവും. ലേലത്തിലുള്ള വീട് കുറഞ്ഞ തുകയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്നൊക്കെ ഉള്ളത്. പൊതുവെ ഞാനങ്ങനെയുള്ള വീടുകൾക്ക് ഇൻട്രസ്റ്റ് കാണിക്കാറോ കസ്റ്റമറിനെ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം അത് ഏതൊരാളുടെയും വളരെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടായിരിക്കും അവരത് നിർമ്മിച്ചിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലായിരിക്കും നമുക്ക് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാവുന്നേ ഉള്ളൂ. സോ അങ്ങനെ വളരെ വളരെ വിഷമിച്ചുള്ളൊരു പറ്റി ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല. കാരണം എപ്പോഴും വിൻ ആണ് എൻ്റെ ഒരു പോളിസി. സോ നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ഈ വീട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അങ്ങനെ ലേലത്തിലൊക്കെ പോകേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ, ഒരു വീട് പുതിയതായിട്ട് വെക്കാനോ വാങ്ങാനോ പ്ലാൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ മുഴുവൻ തുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു 25% 30% ഈവൻ 50% ആയാലും ബാക്കി 50% നിങ്ങൾ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ കൊമേഴ്സ്യലോ റെസിഡൻഷ്യലോ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ കൂടി നിങ്ങൾക്ക് മാസം ഒരു വരുമാനം ലഭിക്കുന്നെന്ന് ഉറപ്പുവരുത്തുക. സോ നിങ്ങൾ ആ പൈസയുടെ ചിലവാക്കിയാലോ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ അസറ്റും മാസമുള്ള വരുമാനം അവിടെ തന്നെ ഉണ്ട്. സോ നിങ്ങൾ സേഫാണ്. അതല്ലാതെ നിങ്ങൾ എൻ്റെയർ എമൗണ്ടും നിങ്ങൾ പ്രോപ്പർട്ടിയിൽ നിങ്ങളുടെ വീട്ടിൽ ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ ഡെഡ് മണിയാണ്. നിങ്ങൾ വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് ഒരുപാട് പൈസ മുടക്കി നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഇല്ലാതെ പോകുന്നു. അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ചെയ്യാനൊക്കെ ഉണ്ട്. അതല്ലാതെ ആവശ്യമില്ലാത്ത പല സാധനങ്ങളും അതിൽ പണിയുകയോ അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടി ലാസ്റ്റ് ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയിലേക്ക് ചാടരുത്. സോ നിങ്ങൾ നല്ലൊരു ഉചിതമായ തീരുമാനം എടുത്ത് നല്ലൊരു വീഡിയോ വെക്കുകയോ വാങ്ങുകയോ ചെയ്യട്ടെ. സോ ഇതുപോലുള്ള നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.